5 അംഗ ഉപസമിതി നടത്തിയിരിക്കുന്നത്. ഒന്നാമതായി മുസ്ലിം ലീഗ് ഇതിനെ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതായിരുന്നു. അവർ കണ്ടില്ല. സത്യത്തിൽ വളരെ പ്രാമാണികന്മാരായിട്ടുള്ള വിശ്വാസ്യതയുള്ള നേതാക്കന്മാരെയാണ് ഈ സബ് കമ്മിറ്റിയിൽ അവർ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. അവരുൾപ്പെടുത്തിയത് വല്ല ക്രിക്കറ്റ് കളിക്ക് ടീമിനെ നിശ്ചയിക്കണമായില്ല. PK ബഷീർ കൺവീനർ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് ഒരു മെമ്പർ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ വയനാട്ടുകാരൻ വേറൊരു മെമ്പർ, അതുപോലെ തന്നെ വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മറ്റൊരു മെമ്പർ. നിയമപരിജ്ഞാനമുള്ള ആരും ആ ബോഡിയിലേ ഇല്ല. എന്നിട്ട് അവരാണ് രേഖകളൊക്കെ നോക്കി ഇതൊക്കെ നിശ്ചയിച്ചത്. ഇതിലും കുറവ് പണത്തിന് ഭൂമി കിട്ടാനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതിലേക്ക് അവർ പോകാതിരുന്നത്? സർക്കാരുമായി സഹകരിക്കുന്നതിന് പകരം സ്വന്തമായി ഒരു സംവിധാനത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെ വരുംവരായികകളെക്കുറിച്ച് ലീഗ് ആലോചിക്കേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് ആലോചിക്കാൻ കഴിഞ്ഞില്ല? മുസ്ലിം ലീഗ് ഈ 5 ഉപസമിതി അംഗങ്ങളെയും ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം. കാരണം അവർ സമുദായത്തെയും മുസ്ലിം ലീഗിനെയും ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടെയല്ല ഈ കച്ചവടം നടന്നിട്ടുള്ളത് എങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യാണ് വേണ്ടത്. അവർക്കെതിരെ ഒരു നടപടിയും ലീഗ് സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ ലീഗിൻ്റെ മുഴുവൻ ആളുകളും അറിഞ്ഞുകൊണ്ടാണ് ഈ പകൽക്കൊള്ള നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാകും. അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും. അവരുടെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? ഇപ്പൊ TP ഹാരിസ് എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം മലപ്പുറത്ത് കോടിക്കണക്കിന് രൂപ ആളുകളെ പറ്റിച്ച് തട്ടിയെടുത്തു. അയാളെ സസ്പെൻഡ് ചെയ്തു. കത്വ ഉന്നവ ഫണ്ടുമായി ബന്ധപ്പെട്ട് CK സുബൈർ, അന്നത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതാവ്, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അവരൊക്കെ പിന്നീട് സുബൈറിനെ പിന്നീട് തിരിച്ചെടുത്തു. എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്നോ എന്തിനാണ് തിരിച്ചെടുത്തത് എന്നോ ആർക്കും അറിയില്ല. എന്നാൽ നമ്മളത് മനസ്സിലാക്കുന്നത് കത്വ ഉന്നവ ഫണ്ടിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്ന ഘട്ടത്തിലാണ് സുബൈറിനെ സസ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് ഇത് അതുമായി ബന്ധപ്പെട്ടതാകും എന്നുള്ള നിഗമനത്തിലാണ്. അപ്പൊ ഈ 5 പേരെയും 5 ഉപസമിതി അംഗങ്ങളും ഒന്നുകിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ വഞ്ചിച്ചു, മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചു. കാരണം ഇവരൊക്കെ പറമ്പ് കച്ചവടക്കാരാണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ഫണ്ട് ശേഖരണവുമായും അതിൻ്റെ വിനിയോഗവുമായും ബന്ധപ്പെട്ട് ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ള ആളുകളാണ് ഇതിൽ ഏതാണ്ട് എല്ലാ ആളുകളും. അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയത് തന്നെ എന്തിനാണ് എന്നുള്ള കാര്യം ലീഗ് നേതൃത്വം വ്യക്തമാക്കണം.